നമസ്കാരം. ഇന്നത്തെ എൻ്റെ സ്റ്റോറിക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് എറേഴ്സ്, അതായത് അൺഫോഴ്സ്ഡ് എറേഴ്സ്, നമുക്ക് മനഃപൂർവ്വമായിട്ടുണ്ടാകുന്ന എററല്ല, മെഡിക്കൽ ഫീൽഡിൽ കുറച്ച് ആൾക്കാർക്കുണ്ടായ ചില എറേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുന്ന, അതായത് വിദേശികൾ, ഹയേർഡ് ഓവർസീസ് നഴ്സസ് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് ഉണ്ടാകുന്ന എറേഴ്സും വെള്ളക്കാർക്കുണ്ടാകുന്ന എറേഴ്സും തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, ഒരേ എറേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ വെള്ളക്കാരൻ്റെ ഒരു പാർഷ്യാലിറ്റി, അത് നമുക്ക് റേസിസം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊന്നും റേസിസം ഒന്നുമല്ല, ഒരു പാർഷ്യാലിറ്റി ഉണ്ട്. അതായത് അവൻ്റെ രാജ്യമാണല്ലോ, അതിൻ്റെ ഒരു പാർഷ്യാലിറ്റി. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ്, എൻ്റെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്മിഷൻ നഴ്സ്, പിന്നെ അവൾ ഹീമോ നഴ്സും ഒക്കെ ആയിരുന്നു, കാർലൈൻ മക്കാരി. ഈ കാർലൈൻ മക്കാരി ഒരു പ്രാവശ്യം ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചു. അതായത് ഞാൻ അവിടെ പീഡിയാട്രിക് ഹെമറ്റോളജി, ഓങ്കോളജി, ബോൺ ട്രാൻസ്പ്ലാന്റ്, OLHC ക്രംലിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ അവിടെ കീമോ കൊടുക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കീമോ നമ്മൾ ഇപ്പം ഞാൻ RCC വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ കീമോ നമ്മളാണ് കലക്കി കൂട്ടുന്നത്. ഇതൊക്കെ എടുത്ത് അവിടെ അന്നത്തെ കാലത്ത് ആകെ ഒരു ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റേ ഉള്ളൂ. ബാക്കി ജനറൽ വാർഡിലും അതുപോലെ തന്നെ പേ വാർഡിലും ഒക്കെ കീമോ കലക്കുന്നൊന്നും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ചുമ്മാ വെറും ഗ്ലൗ, ഒരു ഏപ്രണും ഉണ്ട്, ഒരു ഏപ്രണും ഉണ്ട്, ഒരു ഗ്ലൗവും മാത്രമുണ്ട്. അതായത് ഇതിന് ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റൊക്കെ ആകുമ്പോൾ ഒരു സെൻറ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ 2000 കാലങ്ങളിലാണ് വർക്ക് ചെയ്തത്. അതേസമയം OLHCയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എസെപ്റ്റിക് കോമ്പൗണ്ടിങ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷനാണ്. അതായത് ഫുൾ ബയോളജിക്കൽ ക്യാബിനറ്റാണ്. അതുപോലെ തന്നെ അവരുടെ കൈയൊക്കെ ഒരു ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഫുഡായിട്ടുള്ള ഒരു ബോക്സ് പോലത്തെ ഒരു മെക്കാനിസമാണ്. അതിൻ്റെ അകത്തേക്ക് കൈ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള രണ്ട് ഗ്ലൗ പോലത്തെ രണ്ട് കുഴലുകളാണ്. കുഴലിൻ്റെ അകത്തൊരു കൈ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ കൈ വെച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ സക്ക് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ കൈ പോലും അതിനകത്ത് എക്സ്പോസ്ഡ് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സേഫായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളല്ല ഇത് ചെയ്യുന്നത്, ഫാർമസിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റുകൾ ഇതെല്ലാം ചെയ്ത് അവിടെ ലേബലൊക്കെ ചെയ്തിട്ട് ഒരു പിങ്ക് കളറുള്ള ഒരു ബാഗിൻ്റെ അകത്തിട്ട് അവിടെ വെച്ചേക്കും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം അവർ നമ്മൾ വാർഡിൽ ഒരു കീമോ നമുക്കിടാൻ വേണ്ടിയുള്ള ഒരു ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് സംഭവം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഉണ്ടാക്കി വെക്കും. നമ്മൾ പോയി എടുത്തോണ്ടൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ചില എമർജൻസി സംഭവങ്ങൾ. കാരണം അവിടെ ടൈം വെച്ചിട്ടാണ് അവിടെ കീമോ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കീമോ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. ടൈം 0, ടൈം 3, ടൈം 4, ടൈം 7, ടൈം 6 എന്നൊക്കെ പറഞ്ഞ ടൈമിലാണ് കീമോ കൊടുക്കുന്നത്, അവേഴ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 24 hours കീമോ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 24 hours കീമോ ഒന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ 24 hours കീമോ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ OPD അല്ലെങ്കിൽ നമ്മളുടെ ഡേ യൂണിറ്റ് മാത്രമേ ഉള്ളൂ പകൽ കീമോ ഉള്ളൂ. അല്ലാതെ വാർഡിൽ കിട്ടുന്ന പേഷ്യൻസ് എല്ലാം 24 hours കീമോ. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കുള്ള കീമോ ഉണ്ടാക്കുന്നത്, ഈ ഡേ യൂണിറ്റിൽ ഉണ്ടാക്കുന്ന കീമോയും അതുപോലെ തന്നെ വാർഡിലോട്ടുള്ള കീമോ ഉണ്ടാക്കുന്നതെല്ലാം ഈ ഒരു എസെപ്റ്റിക് കോമ്പൗണ്ട് യൂണിറ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് OLHCക്ക്. അതുകൊണ്ട് അവർ രാവിലെ ഈ OP കാർക്ക് ഉണ്ടാക്കും, ഉച്ച കഴിഞ്ഞ് അവർ വാർഡിലേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അതൊക്കെ കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കുറച്ച് നമുക്ക് ഡിസ്റ്റർബൻസാണ്, കാരണം നമ്മൾ നൈറ്റിലും കീമോ കൊടുക്കണം. അത് കുറച്ച് പണിയാണ്, എന്നാലും അത് അങ്ങനെയാണ് അവിടുത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കീമോ അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോയുടെ ഒരു കീമോ ഷീറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 2 നഴ്സുമാർ ചേർന്ന്, അപ്പോൾ നമ്മൾ പ്രൈമറി നഴ്സ് കീമോ ലൈസൻസ് വേണം അവിടെ. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ ചുമ്മാ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ RCC ചെന്നപ്പം എനിക്കൊരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ചുമ്മാ കീമോ ഒന്ന് തരുമോ, കൊടുത്തോളാൻ പറഞ്ഞു. നീ വാർഡ് 4 പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് കീമോ കളി കൂട്ടി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കീമോയെ പറ്റിയൊന്നും വിളിച്ചില്ല, നമ്മൾ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടും കണ്ടുമൊക്കെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ട്രെയിനിങ് ഉണ്ടല്ല, ട്രെയിനിങ്ങും ലൈസൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ IV തെറാപ്പി കോഴ്സ് എടുക്കണം, അതിൻ്റെ ട്രെയിനിങ്ങും ലൈസൻസും ഒക്കെ മേടിച്ചതിന് ശേഷമുള്ള കീമോ ട്രെയിനിങ് എടുത്ത് 3 മാസത്തെ ഒരു വർക്ക് ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് തരത്തുള്ളൂ. അങ്ങനെ ലൈസൻസ്ഡുള്ള 2 നഴ്സുമാർ ചേർന്ന് ഈ കീമോ നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പേഷ്യനെ ചെക്ക് ചെയ്തിട്ട് 2 നഴ്സുമാർ ചെന്ന് ഡബിൾ ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ് ആണ്. 2 പേര് ചേർന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാൾ പറ്റത്തില്ല, 2 ഡബിൾ ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ് ആണ്. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പമ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് റേറ്റൊക്കെ സെറ്റ് ചെയ്യും. അതും ഡബിൾ ഇൻഡിപെൻഡൻറ്റ് ചെക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവം എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാർലൈൻ മക്കാരിക്ക് ഒരു മണ്ടത്തരം പറ്റി. കാർലൈൻ മക്കാരി കൊടുത്ത ഒരു കീമോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആ റൂളെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ, നീ ചെക്ക് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ അങ്ങ് സൈൻ ചെയ്ത് തന്നേക്കാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് അങ്ങ് വിട്ടേക്കാം. എന്നിട്ട് അവരവിടെ പോയി തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ കാർലൈൻ ഒരു ദിവസം ഒരു പണി ഒപ്പിച്ച് കാർലൈൻ ഒരു പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കീമോ കൊണ്ട് വേറൊരു പേഷ്യൻ്റ് കൊടുത്തു.
അത് കീമോ എല്ലാം പോയതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞത്. ഇത് പണിയായി. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും വിളിച്ച് കൂത്തൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളക്കാർക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗോപ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സാധാരണ വിദേശികളൊന്നും ഇത് അറിയാനും പോകുന്നില്ല. സീനിയർ ആയിട്ടുള്ള വിദേശികൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ മാത്രമേ അറിയത്തുള്ളൂ. ഈവൻ ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ അടുത്ത് പോലും ഇവർ അവരുടെ ഉണ്ടായ മിസ്റ്റേക്സ് ഒന്നും അവർ മാക്സിമം അവർ നമ്മുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കും. കാരണം വിദേശികളെ അറിയിക്കുന്ന അവർക്കൊരു എംബാരസ്മെൻറ്റാണ്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മളതൊന്നും അറിയണമെന്നില്ല. ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് പോലൊക്കെ നമ്മൾ പറഞ്ഞെന്ന് വയ്ക്കും. അതാ അതിൻ്റെ സെറ്റപ്പ്. പിന്നെ ചിലർ വലിയ വീരവാദം പറയാൻ വേണ്ടി വരുമെങ്കിൽ പറയും ഞങ്ങളവിടെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള കംപ്ലീറ്റ് അവരുടെ രഹസ്യങ്ങൾ അവർക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ഒന്നും അവർ നമ്മുടെ അടുത്ത് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ ഓവർ ഹിയർ ചെയ്തിട്ട് കുറച്ചൊക്കെ അറിയും. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ലീക്കായിട്ട് വന്നപ്പോൾ ഇത് ചെക്ക് ചെയ്ത് ഒരു ഫിലിപ്പിനോ ചെറുക്കനാണെന്ന് എന്നെ തോന്നുന്നത്. ഞാൻ ബെറോണിയാന്ന് പറഞ്ഞാൽ അവനാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് മരുന്ന് മാറിപ്പോയി. അപ്പോൾ അവരുടെ ഫാമിലി ആകെ വറിയിട്ട് അവർക്ക് ഭയങ്കര വെള്ളം വെച്ചു. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചത്തി വെള്ളം എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റും പരിപാടി കൺസേണും ഒക്കെ പോയി. വെള്ളക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരിട്ടൊക്കെ നമ്മൾ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ പറഞ്ഞു വെച്ചാൽ അവർ അപ്പുറം പോയി കംപ്ലൈൻറ്റ് ചെയ്യും. ഇതാണ് അവരുടെ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ അവർ പോയി കംപ്ലൈൻറ്റ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ഇവിടെ അകത്ത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ അകത്തൊരു ഡിസ്കഷനൊക്കെ വന്നു. അവസാനം മൈക്കിൾ കാപ്ര സൗത്ത് ആഫ്രിക്കക്കാരനാണ് വെള്ളക്കാരനാണ്. ഒരു 3 ജനറേഷനായിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ളതാണ്. അവൻ കാനഡയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂറോപ്പിലെ തന്നെ എണ്ണം പറഞ്ഞ ഒരു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റാണ് ഡോക്ടർ മൈക്കിൾ കാപ്ര. വളരെ നൈസ് മാനാണ്. എൻ്റെ അടുത്ത ഫ്രണ്ട് ഞങ്ങളൊക്കെ പോയിട്ട് ഭയങ്കര കൂട്ടാണ് മൈക്കിൾ കാപ്രയുണ്ട്, ജെയിൻ ബി.എസ് ഉണ്ട്, പ്രൊഫസർ ആൻഡ് HOD അന്ന് ഡോക്ടർ അനമാറയാണ്. അനമാറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈനിയറിങ് ഒരു പേഴ്സണാലിറ്റി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പീഡിയാട്രിക് ഹെമറ്റോളജിയിലെയൊക്കെ ഓങ്കോളജിയിലെയൊക്കെ ലോകത്തിലെ എണ്ണം പറഞ്ഞ കൺസൾട്ടന്റുമാരൊരാളാണ്. നമ്മുടെ ഇവിടെ 1,900 ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇവരൊന്നും ഇന്റർനാഷണൽ അരീനയിലൊന്നും ഇവരൊന്നും ആരുമല്ല. അതാണ് സത്യം. അവിടെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ 100% ഡെഡിക്കേഷനാണ്. ഏതായാലും അന്നത്തെ കാലത്ത് ഇവർ ഏതാണ്ട് 40ഓളം യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ് ഈ ഡോക്ടർ. അത്ര ഫേമസ് ആണ് ഡോക്ടർ മൈക്കിൾ കാപ്ര. അതുപോലെ തന്നെ അനമാറ, ഡോക്ടർ ജെയിൻ ബി.എസ്. അപ്പോൾ ഈ ജെയിൻ ബി.എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജെയിൻ ബി.എസിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് നമുക്ക് ഡൽഹി ഡിസൈൻ ചെയ്ത, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഡൽഹി ഡിസൈൻ ചെയ്ത എഡ്വേർഡ് ലൂട്ടൺ. അപ്പം ഈ ജെയിൻ ബി.എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജെയിൻ ബി.എസിന് ഒരു ആഗ്രഹമുണ്ട് ഡൽഹി ഒന്ന് പോയി കാണണം. കാരണം അവൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഡിസൈൻ ചെയ്തതാണ് ഈ നമ്മുടെ ഡൽഹി, ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂട്ടാണ് അവരുമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മൈക്കിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൈക്കിൾ ഈ പേഷ്യൻ്റെ അടുത്ത് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെന്നു. അപ്പോൾ എങ്ങനെയും തലകൂറണമല്ലോ, കാർലൈൻ രക്ഷിക്കണം. അപ്പോൾ തലകൂരാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ മൈക്കിളിനോട് പറഞ്ഞു. ഇപ്പോൾ മൈക്കിൾ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവിടെ ഉണ്ട്. അന്നത്തെ നേഴ്സ് ഞാനാണ്. അപ്പോൾ ഈ മൈക്കിൾ എന്ന് പറയുക, there are a small bit of molecular difference between these two chemotherapy. In fact, they are about same only, and it's not going to affect you in any way. There is a small bit of molecular difference, but it's not going to create any havoc എന്ന് പറയാം. അപ്പോൾ ഇവർ ഫാമിലി പിന്നെ പറയില്ല, അപ്പം ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ഫാമിലിയെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ആ തലകൂരി. അങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നൈസായിട്ട് ഫാമിലിയിലെ കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്തിട്ട് കൺസൾട്ടൻ്റ് അവിടെ പറഞ്ഞു ഇവരെ കൈ കാലം ശരിയാക്കി. അതേസമയം ഇതൊരു വിദേശി ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും ആ വിദേശിക്കിട്ട് അവരൊരു പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കും, ഉറപ്പായിട്ടും പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കും. അതാണ് അവരുടെ സെറ്റപ്പ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ മാനറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന സെക്കൻഡ് മാനേജർ ഷോർട്ട്നസിയാണ്. അപ്പോൾ ഈ ഷോർട്ട്നസി ഞാനിവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ജെറാൾഡീൻ ഹിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 27 കിടക്കുന്നത്. അപ്പോൾ ഈ ജെറാൾഡീൻ ഹിക്കി പേഷ്യൻ്റ് അല്ല, റെസിഡൻറ്റ്. അപ്പം ഈ മന്ത്ലി തോഷ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരും. മന്ത്ലി തോഷ എന്ന് വെച്ചാൽ ഓരോ മാസത്തെ മെഡിസിൻസ് ഒരു മാസത്തിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിന് വേണ്ടി വരുന്ന മെഡിസിൻസ് ഒരു തോഷ റോൾ എന്ന് പറയും. നമ്മുടെ ഷാമ്പു പാക്കറ്റ് പോലെ ഓരോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ലേബിളൊക്കെ ചെയ്തിട്ട് സംഭവം ചെക്ക് ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ റോളെ ചുറ്റി വരും. ഓരോരുത്തരും ഒരു പെട്ടിക്കകത്തിട്ട് വലിച്ച് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിച്ചാൽ കൊടുത്താൽ മതി. അവിടെ വേറെ ആകെ ഈ സിറപ്പും ടാബ്ലറ്റും അല്ലാതെ വേറെ ഈ ഒരു മെഡിസിനും ഈ ഹോമിലൊന്നും ഇല്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അവിടുത്തെ പോളിസി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ ഈ മെഡിസിൻ കൊടുക്കാനായിട്ട് ഒരു ദിവസം പുതിയ സൈക്കിൾ തുടങ്ങുന്ന 2ാം ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ജെറാൾഡിനോട് പറഞ്ഞ് ഒരു മഞ്ഞ ടാബ്ലറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് മഞ്ഞ ടാബ്ലറ്റ് ഞാൻ തപ്പി. അപ്പം ഞാനും അന്നത്തെ ജോയിൻറ്റ് ഡയറക്ടർ ഹിക്കിയും കൂടെ ചേർന്ന് ഇത് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം മഞ്ഞ ഇല്ല. അത് പറഞ്ഞ് ശരിയാ.
അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ഇൻസിഡന്റ് റിപ്പോർട്ടൊക്കെ എഴുതി സംഭവം അവസാനിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഡയറക്ടർ മാഗഷാട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ റൂം വരെ ഒന്ന് വരണം, കൻ ഐ ഹാവ് എ വേർഡ് വിത്ത് യു ഇൻ മൈ ഓഫീസ് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞു. കാരണം ഇത് പ്രൈവറ്റിലായിട്ടുള്ള ഡിസ്കഷനാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ദിസ് ഈസ് എ സീരിയസ് എവൻറ്റ്, ഇതൊരു സീരിയസ് എവൻ്റ് ആണ്. ദ പേഷ്യൻ്റ് ഈസ് ഐഡൻറ്റിഫൈയിങ് എ ടാബ്ലറ്റ് മിസ്റ്റേക്ക് ഓർ മെഡിക്കേഷൻ ആണ്. അപ്പം ശരിക്കും ഇതൊരു 3 ലെവൽ ഫാർമസിക്കാർ തന്നെ ലെവൽ ചെക്ക് ചെയ്യുന്ന, പിന്നെ നൈറ്റിലെ നഴ്സുമാർ ചെക്ക് ചെയ്യുന്ന, അങ്ങനെ ചെക്ക് ചെയ്ത് 3 ലെവൽ ചെക്കും കഴിഞ്ഞ് വരുന്ന സാധനമാണിത്. എന്നിട്ട് പോലും അതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായി. പക്ഷെ നമ്മളൊന്നും ചെക്ക് ചെയ്യുന്നതാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കണ്ടില്ല. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. ഞാനൊരു സോറി പറഞ്ഞു. ഉടനെ തന്നെ അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവളുടെ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് പോളിസിയുടെ ഒരു പോളിസി എനിക്ക് എഴുതി പ്രിന്റ് ചെയ്ത ഒരു പോളിസി, ഒരു 100 പേജുള്ള ഒരു പോളിസി പ്രിന്റ് ചെയ്ത് കയ്യിലോട്ട് വന്നിട്ട് പൊക്കളാൻ പറഞ്ഞു. നങ്കി ഒരുമിച്ചെന്ന് പറഞ്ഞു. ഞാൻ പോരുകയും ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്തൊരു എററിൻ്റെ സാങ്കേതിക പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എറർ ഉണ്ടാക്കിയപ്പം ഇത് നമ്മളുടെ മേരി ചോർണസി തലേദിവസം മെഡിസിൻ കൊടുത്തായിരുന്നു. അപ്പോൾ അവൾ മെഡിസിൻ കൊടുത്തപ്പോൾ അവൾ മഞ്ഞ ടാബ്ലറ്റ് കൊടുക്കാതെ മഞ്ഞ ടാബ്ലറ്റ് സൈൻ ചെയ്ത് വെച്ചു. അത് ആക്ച്വൽ എററാണ്. അതായത് എൻ്റെ എറർ എന്ന് വെച്ചാൽ നിയർ മിസ് എന്ന് പറയും. നിയർ മിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പോയ ലാസ്റ്റ് മൊമെൻറ്റിൽ കണ്ടുപിടിച്ചു. എൻ്റെത് നിയർ മിസ്സും അവളുടേത് ആക്ച്വൽ എററും. ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് മീറ്റിംഗ് ഒക്കെ വിളിച്ച് സംഭവമല്ല അവസാനിച്ചു. അപ്പോൾ തന്നെ മീറ്റിംഗും വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം അവളുടെ ഷിഫ്റ്റിൽ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെന്നു. കാരണം അവളുടെ ഷിഫ്റ്റിൽ ഒരു ഷോർട്ട് ആയപ്പോഴത്തേക്ക് അവൾ മാനേജർ, ഫ്ലോർ മാനേജർ, ഞാൻ നേഴ്സായിട്ട് അവിടെ ചെന്നു. കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞ് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഷോർട്ട്നസിയോട് ചോദിച്ചു, ഷോർട്ട്നസി നിനക്ക് എങ്ങനെയാ നിന്നെ ആ മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു അന്നത്തെ സംഭവം? ഏത് സംഭവം? ജെറാൾഡിൻ ഹിക്കിയുടെ ടാബ്ലറ്റ് മിസ്സായിപ്പോയി. ജെറാൾഡിൻ ഹിക്കി 27 ഓക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടില്ല. അവൾ ആ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അവർ നൈസായിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ ഇത് റേസിസം ആണെന്ന് ചോദിച്ചാൽ റേസോ അല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചില ആൾക്കാർ ഇത് പറഞ്ഞു നടക്കുന്നത് റേസാണ്. ഒരു റേസോ അല്ല. റേസിസം എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ അത് യാതൊരു എലമെൻറ്റ്, ഇതൊരു പാർഷ്യാലിറ്റി കാണിക്കുന്നത്. അവരുടെ നാട്ടുകാരോട് അവർക്കുള്ളൊരു പാർഷ്യാലിറ്റി അത്രയേ ഉള്ളൂ. ഒന്നും കണ്ട് നമ്മളെ ഒന്ന് മോശക്കാരനായി കാണിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ അവരെ ചീത്തക്കാരനാക്കുമോ, അല്ലെങ്കിൽ അടിച്ചു നോക്കുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഇവർക്ക് ഒരു പോളിസി ഉണ്ട്. അതായത് ഇവർക്ക് കുറേ എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്ന എറേഴ്സ് എല്ലാം അവർ വിദേശികളുടെ തലയ്ക്ക് കെട്ടിവെക്കും. അത് വെള്ളക്കാർക്കുള്ള എറേഴ്സ് എല്ലാം അവർ കുറയ്ക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ഇവർക്ക് 100% പെർഫെക്ഷൻ പാടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പോകുന്ന സെറ്റപ്പാണ്. അവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അവർക്കൊരു കുറച്ച് പെർസെൻറ്റേജ്, ഒരു 10% എറേഴ്സ് അവർ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുക അവരുടെ ജോലിയാണ്. അതല്ലെങ്കിൽ അവിടെ മാനേജേഴ്സിന് ജോലി ഇരുന്നാവും, അവർ ജോലി ചെയ്യുന്നില്ലെന്ന് വരും. അപ്പോൾ അത് അത്തരം കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുന്നവർ വിദേശികൾക്കുള്ള തലയ്ക്ക് അടിക്കാൻ വേണ്ടിയുള്ള കംപ്ലയിൻറ്റ് അവർ കണ്ടുപിടിക്കുന്നത്. സ്വദേശികളൊരു മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഒരു ഇവൻ്റ്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വെള്ളക്കാരിയായിട്ടുള്ള ഒരു റെസിഡൻ്റ് ഉണ്ടായിരുന്നു, ഊണാ വീലൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരു ദിവസം ഒരു കംപ്ലയിൻറ്റുമായിട്ട് വന്നു. അപ്പോൾ ഊണാ വീലൻ്റെ ഫാമിലി മെമ്പേഴ്സ് കംപ്ലയിൻറ്റുമായിട്ട് വന്നപ്പോൾ ഊണാ വീലിനെ നോക്കുന്ന കെയർ, അവളുടെ വെള്ളക്കാരിയാണ്, എനിക്ക് അവളുടെ പേര് ഞാനിപ്പോൾ കൃത്യം ഓർക്കുന്നില്ല, പക്ഷേ ഒരു വെള്ളക്കാരിയാണ്. അപ്പോൾ അവർ ഇവിടെ ഫാമിലി വന്ന് ഇവരെല്ലാം കണ്ട് ഊണാ വീലിനെ പുറത്തേക്ക് പോയി. എന്നിട്ട് കാറെ കയറാണ്ട് ചെന്നപ്പോഴത്തേക്കും അവരെ ജനലിൽ കൂടെ വന്നിട്ട് ഒന്നുകൂടെ അമ്മയ്ക്ക് ടാറ്റ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ 90 വയസ്സായ അമ്മച്ചിയാണ്. അപ്പോൾ ഈ ഊണാവീലിന് പിന്നെ ഈ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ കെയറൊക്കെ കലിപ്പിളകിയിട്ട് ഇവിടെ വന്നിട്ട് കൈകൊണ്ട് വിരലിങ്ങനെ ചൂണ്ടി, ഫിംഗർ പോയിന്റിങ് എന്നാണ് പറയുന്നത്, ഫിംഗർ ചൂണ്ടി, നീ വിരൽ ചൂണ്ടി, നീ എന്താണ് ബെല്ലടിക്കരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്തു. അപ്പം അവർ രണ്ടാമത് ജനലിൽ കൂടെ വന്ന് ഒന്നും കൂടെ ബൈ പറയാൻ വേണ്ടി വന്നപ്പോൾ അവർ ഈ സംഭവം കാണുന്നത്. സംഭവം കണ്ടതോടുകൂടി അവർ പെട്ടെന്ന് ഇപ്പോഴത്തെ റൂമിലൂടെ മെയിൻ ഡോറിൽ കൂടെ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ നേരിട്ട് വിറ്റ്നസ് ചെയ്തതെന്ന് പറഞ്ഞു. അവർ 2-3 പേര് വിറ്റ്നസ് ചെയ്തു. അപ്പോൾ തന്നെ ഈ ആളിട്ട് ഡിസ്മിസ് ചെയ്തു. അതൊരു അബ്യൂസാണ്. കാരണം ഞങ്ങൾക്കൊരു നോ അബ്യൂസ് പോളിസി ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കാർക്കെതിരെ ആക്ഷൻ എടുത്തു. കാരണം അവിടെ വേറെ ഒരു രക്ഷയില്ല. കാരണം കംപ്ലയിൻറ്റുകളും വെള്ളക്കാർ തന്നെയാണ്, പ്രതിയും വെള്ളക്കാരനാണ്, വെള്ളക്കാർക്കെതിരെ ആക്ഷൻ എടുത്തു. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഒരു റേഷ്യൽ എലമെൻ്റ് ഒന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. അതൊരു ചെറിയൊരു പാർഷ്യാലിറ്റി, അവരുടെ നാട്ടുകാരിൽ ഇവർ കാണിക്കുന്നത് പാർഷ്യാലിറ്റി. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഓഫീസിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഇപ്പം നമ്മൾ കുറച്ച് വേറൊരു തമിഴനും അല്ലെങ്കിൽ കർണാടകക്കാരനും വർക്ക് ചെയ്യുവാണെങ്കിൽ നാച്ചുറലായിട്ടൊരു പാർഷ്യാലിറ്റി വരും. അതുപോലെ ഞാൻ തമിഴ്നാട്ടിൽ പോയി വർക്ക് ചെയ്തതാണ്. അവിടെ ടീച്ചേഴ്സിനിടയ്ക്കും പിള്ളേരിടയ്ക്കും ഒക്കെ പാർഷ്യാലിറ്റി ഉണ്ട്. കർണാടകത്തിൽ പോകുമ്പോഴും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഞാൻ കോട്ടയംകാരനാണെന്ന് പറഞ്ഞ് ഒരു പാർഷ്യാലിറ്റി ഇവിടെ ഉണ്ട്. അതേപോലെ ചെറിയൊരു പാർഷ്യാലിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. ഈ 2 എറേഴ്സും അതിൻ്റെ അകത്തുള്ള മാനേജ്മെൻറ്റും ഇതൊരു ലേണിംഗ് കർവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാവരും തന്നെ സീരിയസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് എറേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്. ഞാനത് അടുത്ത ദിവസത്തെ വേറൊരു വീഡിയോയ്ക്കകത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ
ഞാനൊരു സീരീസ് ഓഫ് വീഡിയോസാണ് ഇത്രയും മെഡിക്കൽ എറേഴ്സിനെ ബേസ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു 20-25 വർഷത്തെ ക്ലിനിക്കൽ, അതുപോലെ തന്നെ എൻ്റെ ഒരു വെസ്റ്റേൺ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നാട്ടിലും വെസ്റ്റേണിലും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം റിയൽ എക്സാമ്പിൾസ്. കുറേ ആൾക്കാരുടെയൊക്കെ പേരുകൾ കുറച്ച് മാറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരുടെ പേര് മാറ്റും, പക്ഷേ വിദേശത്തുള്ളവരുടെ പേരൊന്നും മാറ്റുന്നില്ല. അവരത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ റിയൽ എക്സാമ്പിൾസ്, ആക്ച്വൽ സെനാരിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലേണിംഗ് കർവായിട്ട് യൂസ് ചെയ്യാം, ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓസ്കി ട്രെയിനറാണ്. അപ്പോൾ ഓസ്കി ബേസ്ഡ് ആയിട്ടുള്ള, നേഴ്സ് ഓസ്കി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ഓസ്കി വിത്ത് വിമൽ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു മനോഹരമായിട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു വെരി മച്ച്.